Hi children. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? About the fertilization. What happens in fertilization? That a race for egg starts when millions of sperm released in vagina, and from the strongest, healthiest swimming sperm traveling through cervix, uterus, and reach the fallopian tube, that the ampullary ischemic junction where the fertilization takes place. But there is no guarantee for pregnancy. The fertilization is done, but that fertilized ovum have to travel again back into the uterus to reach the soft lining of uterus for implantation. That journey is very difficult. Okay, and if it reaches the uterus, by that time it may be turned into a tiny embryo. That tiny embryo formation from the single cell fertilized cell is by a series of divisions that is called cleavage. Okay. Then cleavage, what mean by cleavage? Cleavage is many mitotic divisions, series of divisions, mitotic divisions. And what is the product? The daughter cells, they are known as blastomeres. നമുക്കറിയാം ആദ്യത്തെ ഡിവിഷൻ നടക്കുമ്പോൾ എന്തുണ്ടാവുക? 2 സെല്ലാണ് ഉണ്ടാവുക. ബൈ ദ ഫസ്റ്റ് ഡിവിഷൻ 2 cells, 2 blastomeres. And there is a contribution from the proximal centriole of sperm to form the spindle formation during the first division. Okay, that each cell again divided into 2, then the 4, 8, 16, that is a group of cells are produced. നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും ആദ്യം ഉണ്ടായിരുന്ന ഒറ്റ സെൽ. ഓക്കെ, ഈ സെല്ലിന്റെ അതേ വലിപ്പം സാധാരണ ഒരു സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടിരിക്കില്ലേ? പക്ഷെ ഇവിടെ സെല്ല് എന്താ ചെയ്യുന്നത്? ഉണ്ടാകുന്ന ഓരോ ബ്ലാസ്റ്റോമിയേഴ്സും become smaller and smaller, their size decrease, but their nuclear content increase. Okay, finally ഒരു 32 celled stage ഒക്കെ ആവുമ്പോൾ is that stage is called morula, and later it is turned into another stage with a cavity at the center, and that stage is called blastula. അപ്പോൾ കുറേ ചേഞ്ചസ് ആ സിംഗിൾ സെല്ലിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. That is series of divisions together is known as cleavage. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? It is a series of divisions from unicellular zygote converted into multicellular embryo, and formed cells are called blastomeres. There is no growth of blastomere. പിന്നെ എന്താ ഉള്ളത്? Only increase of nuclear content. And finally it may reach into a solid ball of cell called morula. നമുക്ക് ഇവിടെ അതൊന്നുകൂടി ഒന്ന് കാണാം. ഡ്യൂറിങ് ദാറ്റ് ഫസ്റ്റ് ഡിവിഷൻ നടക്കുകയാണ്, 2 സെൽ ഉണ്ടാവുകയാണ്. ആ 2 സെൽ ഉണ്ടാവാനായിട്ടൊരു മൈറ്റോട്ടിക് സ്പിൻഡിൽ ഫോർമേഷൻ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്തത് ഈ സ്പേമിന്റെ കൂടെ അകത്ത് കയറിയിട്ടുള്ള പ്രോക്സിമൽ സെൻട്രിയോൾ ഓഫ് ദ സ്പേം ആണ്. ഇനി ആ ഒരു ഡിവിഷൻ ഉണ്ടാവുമ്പോൾ ഫസ്റ്റ് 2 സെൽ ഉണ്ടാവില്ലേ? ഈ ഫസ്റ്റ് ഫറോ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഫ്രം ദ ആനിമൽ പോൾ ടു വെജിറ്റൽ പോൾ എന്നൊക്കെ പറയും. ഒരു പൊളാരിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു ആക്സിസ് ആണ്. അല്ല, ഇപ്പൊ ഇത് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചാൽ ഈ ഫെർട്ടിലൈസ്ഡ് ഓവത്തിൽ ഏതിൽ കൂടെയാണോ സ്പേം കയറിയത് ആ കയറി വന്നിട്ടുള്ള ഭാഗത്ത് കുറച്ച് കെമിക്കൽ സിഗ്നൽസ് ഒരു ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും ആൻഡ് കമ്പയറിങ് വിത്ത് ദ അതർ സൈഡ്. അതുകൊണ്ട് ഒരു ഫെർട്ടിലൈസ്ഡ് ഓവത്തിന്റെ ഒരു സൈഡ് കൂടുതൽ ആക്റ്റീവും ഈ സൈഡ് കുറച്ച് ലെസ് ആക്റ്റീവും ആയിരിക്കും. അപ്പോൾ ഇഫ് ദ ഫറോ ഈസ് ഹാപ്പൻ ലൈക്ക് ദിസ്, ഇങ്ങനെയാ ഡിവൈഡ് ചെയ്ത് വെച്ചാൽ ഇവിടെ ഒരു സെൽ ഉണ്ടാവും, ഇവിടെയും ഒരു സെൽ ഉണ്ടാവും. അപ്പോൾ ദിസ് സെൽ ഈസ് മോർ ആക്റ്റീവ് ആൻഡ് ദിസ് സെൽ ലെസ് ആക്റ്റീവ്. അപ്പോൾ ഈ സെല്ല് വേഗം വേഗം ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിന്റെ പൊളാരിറ്റി ഒരു ഡിഫറെന്റ് പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ ഒരു അബ്നോർമൽ ചൈൽഡ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക. കണ്ട, ഇത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ദീസ് 2 cells ഹാവിങ് സ്മോൾ പാർട്ട് ഓഫ് ആക്റ്റീവ് പാർട്ട് ആൻഡ് ലെസ് ആക്റ്റീവ് പാർട്ട്. ഓക്കെ, ദിസ് ബ്ലാസ്റ്റോമിയർ ആൻഡ് ദിസ് ബ്ലാസ്റ്റോമിയർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. അങ്ങനെ നമ്മൾ നല്ല ഭംഗിയുള്ള എല്ലാ
കഴിവുകളോടും കൂടിയ അല്ലേ ഒരു മനുഷ്യനായി മാറാൻ വേണ്ടി ആദ്യത്തെ സെല്ലോട്ട് തന്നെ ഈ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Then we say it converted by series of division, it forms into a solid mass of cell. ഇതിൻ്റെ ഇടയിൽ സെല്ലുകളുടെ ഇടയിൽ ക്യാവിറ്റി ഇല്ല, സെല്ലുകൾ ഇതിനെ അടുപ്പിച്ചടിപ്പിച്ചിരിക്കുക. ഓരോ സെല്ലും വളരെ ചെറുതാണ്, അങ്ങനെ അവർ കൂട്ടം ചേർന്നിരിക്കുക. അപ്പോൾ ലിറ്റിൽ മൾബറി പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഒരു 32 സെല്ല് ആവാൻ, ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് അത് എത്താൻ ഏകദേശം ഒരു 2, 4, 5 ദിവസം, 4 ദിവസമൊക്കെ അത് എടുക്കും. 96 hours എടുത്തിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ഓവ് ഇവിടെ വെച്ചാണല്ലോ ഉണ്ടായത്, അതിന് 2ആയി 4ആയി അങ്ങനെയൊക്കെ ഈ യൂട്രസിന്റെ അവിടേക്ക് എത്താനാണ് നമ്മൾ പറഞ്ഞത് ഒരു 3-4 ദിവസമൊക്കെ എടുത്തു എന്ന്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ വരെയും അതിന്റെ ചുറ്റിനും ആ കവറിങ് ഉണ്ടാവും, സോണ പെലൂസിഡ എന്ന് പറഞ്ഞ ഒരു കവറിങ് ഉണ്ടാവും. ആ കവറിങ്ങോട് കൂടിയിട്ടാണ് അത് ആ യൂട്രസിന്റെ ഉള്ളിലേക്ക് എത്തുന്നത്. അങ്ങനെ യൂട്രസിന്റെ അകത്തേക്ക് എത്തുമ്പോഴേക്കും ദാറ്റ് morula is converted into a hollow ball of cell. എന്താ hollow ball? That is a space in the center. അപ്പോഴേക്കും ഒരു 120 സെൽസ് ഒക്കെ ആയിട്ടുണ്ടാവും, 100 above സെൽസ് ആയിട്ടുണ്ടാവും. ആൻഡ് ദീസ് സെൽസ് ആർ ഡിഫറെൻറ്റ് മാനർ അല്ലേ. നോക്കി നോക്കൂ, എ സിംഗിൾ ലെയർ ഓഫ് സെൽ അറ്റ് ദ പെരിഫറി, ഒരു ഒറ്റ കോശം അതിൻ്റെ ചുറ്റിനും കാണാം. ആൻഡ് സം ഓഫ് ദ സെൽസ് ഗ്രൂപ്ഡ് ടുഗദർ അറ്റ് വൺ എൻഡ്, ആൻഡ് ദാറ്റ് ഈസ് ദ എംബ്രിയോണിക് പോൾ എന്ന് പറയും. And that cells are called inner cell mass എന്നാണ് അതിന് പറയാം. The cells at one end is called inner cell mass, and a single layer of cell at the peripheral region that is called trophoblast, and there is a space at the center. ഇങ്ങനെയുള്ള ഒരു ഹോളോ ബോൾ പോലെ കാണുന്ന, ഉള്ളിൽ ക്യാവിറ്റി ആയിട്ടുള്ള ഒരു ബോൾ പോലെ കാണുന്ന ഈ ഒരു കൂട്ടം സെല്ലിനെ ഈ അവസ്ഥയ്ക്ക് എംബ്രിയോനെ പറയുന്ന പേര് ബ്ലാസ്റ്റുല എന്നാണ്. ഓക്കെ, ഈ ഒരു അവസ്ഥ എത്തുമ്പോഴേക്കും ആ സോണ പെലൂസിഡ കുറേശ്ശെ അതിൻ്റെ ചുറ്റിനുള്ള കവറിങ് ഡിസോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ ചുറ്റിനും സോണ പെലൂസിഡ ഇല്ലാണ്ടായി തുടങ്ങും. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം എന്താ പറയാന്ന് വെച്ചാൽ, ഈ ബ്ലാസ്റ്റുല ഉണ്ടല്ലോ, ദ ഇന്നർ സെൽ മാസ്, ഈ സെല്ലുകൾക്ക് വളരെയധികം ഒരു കഴിവുണ്ട്. എന്ത് കഴിവ്? ടോട്ടിപൊട്ടൻസി എന്ന് പറയും. അതായത് ഇതിലെ ഏതൊരു സെല്ലിനും പിന്നീട് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവമായി മാറാനുമുള്ള കഴിവുണ്ട് എന്നർത്ഥം. Because that totipotency, the cells of inner cell mass are treated as stem cells എന്നാണ് അതിന് പറയാം. They are treated as stem cells. ഇനി ബ്ലാസ്റ്റുലയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ, ബ്ലാസ്റ്റുലയിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഹാസ് 2 പോർഷൻ. ഏതൊക്കെയാ? ഇന്നർ സെൽ മാസ് എന്നൊരു കൂട്ടം സെല്ലിനെ നമ്മൾ കണ്ടു അറ്റ് വൺ എൻഡ്, ആൻഡ് ദ കവറിങ് പോലെ കണ്ട സെൽ ലെയർ ആരാ? ട്രോഫോബ്ലാസ്റ്റ്. വാട്ട് ഈസ് ഇറ്റ്സ് ഫെയ്റ്റ്? ഇത് ഈ ചാർട്ട് കാണിക്കുന്നത് ദ ഫെയ്റ്റ് ഓഫ് സെൽസ് ഇൻ ബ്ലാസ്റ്റുലയാണ്. വാട്ട് ഹാപ്പൻസ് ടു ട്രോഫോബ്ലാസ്റ്റ് ലേറ്റർ? അതിൽ നിന്ന് പിന്നീട് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. എന്താ അതിൻ്റെ പേര്? കോറിയോണിക് വില്ലൈ. ലേറ്റർ ഇറ്റ് ടേൺസ് ഇൻ ടു പ്ലാസെന്റ. കേട്ടിട്ടില്ല അതിനെ വാക്ക്? പ്ലാസെന്റ, മറുപിള്ള എന്നൊക്കെ പറയും. ദാറ്റ് somewhat a union between maternal and fetal tissue, that through that the growing fetus get the nourishment എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാവാനുള്ള ഒരു കണ്ടീഷൻ ഏതിന്ന് തുടങ്ങി? ട്രോഫോബ്ലാസ്റ്റ് പിന്നീട് കോറിയോണിക് വില്ലിയാവും, അത് പിന്നെ പ്ലാസെന്റയാവും. നമുക്ക് ഇത്തിരി കൂടി കൂടുതൽ പിന്നീട് നോക്കാം. ഈ ഒരു ഫിഗർ ആദ്യം മനസ്സിലാക്കുക. ദാറ്റ് ഇന്നർ സെൽ മാസ്, അത് നമ്മൾ ഒരു വൺ ഓഫ് ദ പോൾ ഹാവിങ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് കോൾഡ് ഇന്നർ സെൽ മാസ്. അത് പിന്നീട് എന്തായേ? 3 ജേം ലെയർ. നമ്മൾ ജേം ലെയേഴ്സ് പഠിച്ചിട്ടില്ലേ? എക്ടോഡേം, എൻഡോഡേം, മീസോഡേം, അങ്ങനെ 3 ജേം ലെയർ ആയിട്ട് മാറും ഇതാദ്യം. അത് കഴിഞ്ഞ് ഓരോ ജേം ലെയറിൽ നിന്നും കുറച്ച് അവയവങ്ങൾ, ഓർഗൻസ് ഉണ്ടാവും. ഓർഗൻസ് ആർ ഫോംഡ്, ഓർഗൻ സിസ്റ്റംസ് ആർ ഫോംഡ്. അപ്പോൾ കുറേ ഓർഗൻ സിസ്റ്റം ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതാരാവും? എംബ്രിയോ ആയി മാറും. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അത് നമ്മൾ പറഞ്ഞു, ഇങ്ങനെയുള്ള ഈ ബ്ലാസ്റ്റുല എവിടെ എത്തി? യൂട്രൻ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ ചെന്നിട്ട് കണ്ട അതിൻ്റെ ഭാഗമായി മാറും. ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിൻ്റെ മീതെ കൂടെ വളരും. ദാറ്റ് ഈസ് ഇംപ്ലാന്റേഷൻ. അതൊന്നുകൂടി കാണാം. നോക്കൂ, ദ ട്രോഫോബ്ലാസ്റ്റ്, ദ ഇന്നർ സെൽ മാസ്. ആൻഡ് ഈ ട്രോഫോബ്ലാസ്റ്റ് കണ്ടോ എൻഡോമെട്രിയത്തിലേക്ക് വരികയാണ്. എൻഡോമെട്രിയത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ട്രോഫോബ്ലാസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, വേര് പോലെ, ഒരു റൂട്ട് പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരും. അങ്ങനെയാണ് കോറിയോണിക് വില്ലയായി ഇത് മാറുന്നത്.
മാത്രമല്ല ഈ ട്രോഫോബ്ലാസ്റ്റിന് കുറച്ചൊരു എൻസൈമാറ്റിക് ഉണ്ട്, അത് വന്ന് ലാൻഡ് ചെയ്തേക്കുക ഇന്നർ സെൽ മാസോട് കൂടിയിട്ട്. അപ്പോൾ ദാറ്റ് ഇറ്റ് ഹാസ് എ എൻസൈമാറ്റിക് ആക്ഷൻ, ദാറ്റ് ട്രോഫോബ്ലാസ്റ്റ്, by which the endometrial lining is disintegrate, and it give a way for implantation. ഇതിനെ അതിൻ്റെ ഉള്ളിലേക്ക് സബ്മേർജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അത് ഇറ്റ് ബിക്കം ദ പാർട്ട് ഓഫ്, കണ്ടോ ഈ ഒരു കളർ കാണിക്കുന്നത് എൻഡോമെട്രിയൽ ടിഷ്യൂ ആണ്. അതിൻ്റെ ഉള്ളിലേക്ക് അതിങ്ങോട്ട് ഇറങ്ങി ഈ ഗ്രോത്ത്, എന്നിട്ട് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ അതിൻ്റെ മീതെ കൂടെ അങ്ങോട്ട് കവർ ചെയ്ത് വളരും. യൂട്രൈൻ ലൈനിങ് അങ്ങോട്ട് മീതെ കൂടെ കവർ ചെയ്ത് വളരും. അപ്പോൾ അതിൻ്റെ അകത്തിരുന്നിട്ടാണ് ഈ ചേഞ്ചസ് ഒക്കെ നടന്നത്. അപ്പം നമ്മളിവിടെ ജസ്റ്റ് നോക്കുന്നത് വാട്ട് ഹാപ്പൻസ് ടു അവർ trophoblast. Trophoblast later turns into, കണ്ടോ ഇങ്ങനെ വേര് പോലെ റൂട്ടിലേക്ക് സ്ട്രക്ചേഴ്സ്, they are called chorionic villi. That chorionic villi integrated with the maternal blood vessel. അപ്പോൾ ഇതാരായി മാറും? പ്ലാസെന്റ. And through the placenta, that the growing one is connected by a structure called umbilical cord, and through the umbilical cord it transfer the material from mother to fetus. That is the structure, the formed structure is called placenta. കണ്ടോ അതിൻ്റെ ഒരു ഫിഗറാണ് ഇത് പ്ലാസെന്റ. അപ്പം ഇത് യൂട്രസും യൂട്രൈൻ്റെ എൻഡോമെട്രിയൽ ടിഷ്യൂസും അതുപോലെ നേരത്തെ ആ കുഞ്ഞിൽ നിന്നുണ്ടായ ട്രോഫോബ്ലാസ്റ്റിൻ്റെ കോറിയോണിക് വില്ലയും ചേർന്നുണ്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ പ്ലാസെന്റ. ഓക്കെ, ഈ പ്ലാസെന്റ വഴി പ്ലാസെന്റയുടെ റോൾ എന്താണ്, ഫങ്ഷൻ എന്താണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ 4 കാര്യം ഓർക്കണേ. ആദ്യത്തെ 3 കാര്യം വളരെ എളുപ്പമാണ്. ഓൾ തിങ് ഹെൽപ്പ് ഫോർ എക്സ്ചേഞ്ച്. ഫസ്റ്റ് വൺ, ഒരു ഫീറ്റൽ ലങ്സ് ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഹെൽപ്പ് ടു എക്സ്ചേഞ്ച് ഗ്യാസസ്, അല്ലെ? കുഞ്ഞിന് വേണ്ട ഗ്യാസ് കൊടുക്കാനായിട്ട്, അല്ലാണ്ട് കുഞ്ഞിനെ നേരിട്ട് lungs is not function during that time. Okay, then exchange nutrients. കുഞ്ഞ് ഭക്ഷണം കഴിക്കുക എങ്ങനെയാ? അമ്മയിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത്. ആൻഡ് എക്സ്ചേഞ്ച് വേസ്റ്റ് മെറ്റീരിയൽ. കുഞ്ഞിൻ്റെ ശരീരത്തിലും കുറേ പ്രവർത്തനം നടക്കുമ്പോൾ മെറ്റബോളിക് വേസ്റ്റ് ഉണ്ടാവും. ആ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതും പ്ലാസെന്റ വഴിയാണ്. ഇതിന് പുറമേ what is the function? Endocrine. It act as endocrine. എന്ന് വെച്ചാൽ എന്താ? It secretes certain hormones. ഈ 3 ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആദ്യത്തെ ഹോർമോൺ ഏതാ? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG എന്ന് പറയും. ഈ ഹോർമോൺ എന്താണ് നമ്മുടെ പ്ലാസെന്റയിൽ നിന്ന് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. അപ്പോൾ ആ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഇംപ്ലാന്റേഷൻ നടക്കണ സമയത്ത് തന്നെ ഇതിൻ്റെ അളവ് ഉണ്ടായി തുടങ്ങും. അതിൻ്റെ അർത്ഥം അത് എക്സസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കൂടുതൽ ഉണ്ടാക്കും. അപ്പോൾ ആ എക്സസ് ഒരു എന്താണ് അമ്മയുടെ യൂറിനിൽ കൂടെ അത് എക്സസ് പുറത്തു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഹോർമോൺ ഇതാണ്. കാരണം യൂറിനിൽ ഈ ഹോർമോണിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇംപ്ലാന്റേഷൻ നടന്നുണ്ട്. കാരണം എന്താ? പ്ലാസെന്റയിൽ നിന്ന് ഉണ്ടാവുന്നതാണിത്. അപ്പോൾ പ്ലാസെന്റയിൽ നിന്ന് ഈ ഹോർമോൺ ഉണ്ടെങ്കിൽ അത് പ്ലാസെന്റയിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണെങ്കിൽ മാത്രമേ ഈ ഹോർമോൺ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ത്രൂ യൂറിൻ. അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് അറിയാൻ പറ്റും. ഓക്കെ, പ്രഗ്നൻസി ടെസ്റ്റിൽ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ വേറൊരു ഹോർമോൺ ഉണ്ട്, പ്ലാസെന്റ ലാക്ടജൻ. ഒരു 7th month ഓൺവേർഡ്സ് പ്ലാസെന്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഇത്. എന്തിനായിരിക്കും? പേര് കേൾക്കുമ്പോൾ അറിയാലോ, മെമ്മറി ഗ്ലാൻഡ് ഫങ്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. മെമ്മറി ഗ്ലാൻഡ് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും, ഗ്രോത്ത് ഒക്കെ നടന്നിട്ടുണ്ടാവും. അതിൽ മിൽക്ക് സെക്രീഷന് ഹെൽപ്പ് ചെയ്യും ഈ പ്ലാസെന്റ ലാക്ടജൻ. ഓക്കെ, അത് കുറേശ്ശെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഫങ്ഷൻസ് ഒക്കെ കുറേശ്ശെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കും. And the last one, relaxin. This is also secreted from placenta. പക്ഷെ ഇത് എപ്പോഴാണ് സെക്രീറ്റ് അറിയോ? ഈസ് സെക്രീറ്റഡ് ഫ്രം ഓവറി ഓൾസോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓവറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം പ്ലാസെന്റ ഓൾസോ. ഇത് എപ്പോഴാണ് സെക്രീറ്റ് ചെയ്യുക? ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസി. എന്തിനത്? ഈ റിലാക്സിൻ വഴിയാണ് ബെർത്ത് കനാൽ കുറച്ച് വൈഡൻ ചെയ്തിട്ട് കുഞ്ഞിന് അമ്മയിൽ നിന്ന് പുറത്തേക്ക് വരാനൊരു എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 ഹോർമോണും ആരെ സെക്രീറ്റ് ചെയ്യുക? ഫ്രം പ്ലാസെന്റ. അപ്പോൾ ഈ 3 ഹോർമോണും ഒരു സ്ത്രീയിൽ എപ്പോൾ മാത്രമാണ് കാണുക? ഓൺലി ഇൻ പ്രഗ്നൻസി.
അല്ലാത്ത ഒരു സമയത്തും ഈ ഹോർമോണുകൾ കാണാൻ പാടില്ല. ഓക്കെ. ഇനി മറ്റ് ചില ഹോർമോൺ, ഇത് പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്ന വേറെ ഹോർമോണുകൾ ആരാ? ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഈ പ്ലാസന്റ തന്നെ സെക്രീറ്റ് ചെയ്യും. അത് ഈസ്ട്രജൻ ഒരു അമ്മയിൽ കുറെ വളർച്ച ഉണ്ടാവണ്ടേ, അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. പ്രൊജസ്റ്ററോൺ വൺ ഓഫ് ദ പ്രൊജസ്റ്റജൻ ആണ്. പ്രൊജസ്റ്റജൻ അതിന്റെ ഒരു കോമൺ നെയിം ആണ്. ഇവരൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് പ്ലാസന്റ തന്നെയാണ്. ഓക്കെ. പിന്നെ വേറൊന്ന്, ഇത് മാത്രല്ല, അമ്മയിൽ എപ്പോഴും ഷൂട്ടപ്പ് ചെയ്യും എല്ലാ ഹോർമോണും, അതായത് തൈറോയിഡ് ഹോർമോണുകൾ, പിറ്റ്യൂട്ടറി ആണത്, പ്രൊലാക്റ്റിൻ, അങ്ങനെ വേറെ എല്ലാ ഹോർമോണുകളും ഷൂട്ടപ്പ് ചെയ്യുന്ന ഒരു പീരീഡാണ്. ബിക്കോസ് അമ്മയിൽ അമ്മ മാത്രം വളർന്നാൽ പോരാല്ലേ, കുഞ്ഞും ഇങ്ങനെ വളരണം. ഓക്കെ. ഇനി വാട്ട് ഹാപ്പൻസ് ടു അവർ ഇന്നർ സെൽ മാസ്? നമ്മുടെ ഒരു ആ മൂലയിലുണ്ടായിരുന്ന കുറച്ച് സെല്ലുണ്ടായിരുന്നില്ലേ, ആ ഇന്നർ സെൽ മാസ്, അത് ദേ ഇപ്പൊ രൂപം മാറി ഇങ്ങനെയായി മാറും. അതിന്റെ രൂപം മാറി. എങ്ങനെ രൂപം മാറി? ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ടു 3 layers. ഏതൊക്കെയാ 3 ലെയർ? എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. ഓക്കെ. ഇതിൽ ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന ലെയർ എൻഡോഡേം ആയിരിക്കും കേട്ടോ. ഈ മഞ്ഞ, അത് എൻഡോഡേം ആയിരിക്കും ഏറ്റവും ആദ്യം ഉണ്ടാവുന്ന ലെയർ. ആ ലെയറിൽ നിന്നാണ് പിന്നീട് ആ ലെയറിലുള്ള സെല്ലുകളിൽ ഏതെങ്കിലും ചില സെല്ലുകൾ ആരായി മാറും? ഡൈജസ്റ്റീവ് സിസ്റ്റം, ലിവർ, പാൻക്രിയാസ്, ലങ്സ്, അങ്ങനെ ചില ഇന്നർ ഓർഗൻസ് ഉണ്ടാവുന്നത് എൻഡോഡേമിൽ നിന്നാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓർത്ത് വെച്ചോളൂ. ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോംഡ് ഫ്രം എൻഡോഡേം. ഏറ്റവും ഉള്ളിലല്ലേ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ. ഫ്രം മീസോഡേം. മീസോഡേം മിഡിൽ ലെയർ ആണല്ലോ എപ്പോഴും. ആ മിഡിൽ ലെയറിൽ നിന്ന് ഉണ്ടാവണം മീസോഡേം. ഓർക്കാൻ എളുപ്പമുള്ള ടേം മസിൽ, മസ്കുലാർ സിസ്റ്റം, മസില്, സ്കെലിട്ടൻ, അങ്ങനെ സർക്കുലേറ്ററി, അങ്ങനെ എല്ലാം കണക്ഷൻ നടത്താൻ പറ്റിയ സിസ്റ്റംസ് ഒക്കെ നടത്തുന്നത് മീസോഡേമിൽ നിന്നാണ്. ഇനി എക്ടോഡേം ഏറ്റവും പെരിഫറൽ അല്ലേ, അപ്പോൾ അത് എന്തുണ്ടാവും? സ്കിൻ ഓർക്കാലോ. സ്കിൻ, നെയിൽസ്, ഹെയർസ്, പിന്നെ നെർവസ് സിസ്റ്റം. കാര്യം ഏറ്റവും ഉള്ളിൽ കാണുന്ന ഒക്കെ സെൻട്രൽ പോർഷൻ ആണ്, എന്നാലും ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം എക്ടോഡേമൽ ലെയർ. ഓക്കെ. അപ്പോൾ നമ്മളുടെ എംബ്രിയോ ഒരു 8th week onwards ഇറ്റ് ഈസ് നോൺ ആസ് ഫീറ്റസ്. അമ്മയുടെ ഇംപ്ലാന്റ് ചെയ്ത് ഒരു 8 ആഴ്ച എന്ന് പറയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ, 2 മാസം തൊട്ട് അതിനെ പറയുന്ന പേര് ഫീറ്റസ് എന്നാണ്. അപ്പോൾ അമ്മയിൽ നിന്ന് എല്ലാം വാങ്ങിച്ച് അമ്മയുടെ എല്ലാ കരുതലോടും കൂടി ആ ബേബി ആയി മാറാൻ പോവുകയാണ്. ഇറ്റ് ഈസ് നോട്ട് എ പാരസൈറ്റ്. അല്ലേ മക്കളെ? ഓക്കെ. Thank you, children.